സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചാൽ ആർക്കും ഒരു പിടിയില്ല. കുറേ എവിക്റ്റായി പോയ കുറേ കണ്ടസ്റ്റൻസ് വരുന്നു, അവർ തമ്മിലുള്ള ഫൈറ്റ്, ഫാൻ ഫൈറ്റ് എന്ന് പറയുന്ന പോലെ അവർക്ക് ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തതും പഴയത് നടന്നതും ഒക്കെ പറഞ്ഞുള്ള അടി. അത് അവിടെ നിൽക്കുന്നവരെന്നോ കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ വന്നെന്നോ അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും കൂടി കച്ചറ അലമ്പായിട്ട്. എനിക്കറിയില്ല, ഇതിനു മുന്നേ ഉള്ള ഒരു സീസണുകളൊന്നും ഇത്രയും ഒരു ഫൈറ്റ് കണ്ടിട്ടില്ല. പുറത്തിറങ്ങുന്നവർക്ക് സത്യങ്ങൾ മനസ്സിലാകുകയാണ്. ഇവരെല്ലാവരും എന്നെ കണ്ണ് പൊത്തി കെട്ടിയിട്ട് വെച്ചിട്ടായിരുന്നു പുറത്തിറങ്ങിയിട്ട് നടന്നത്. അത് ഇവർക്കാർക്കും ഫോണും യൂട്യൂബും ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഇവരുടെ എപ്പിസോഡുകൾ എടുത്ത് കണ്ടുവിടാൻ. കട്ടപ്പ എന്ന് പേരിട്ടത് അനിമോളാണോ? ശൈത്യക്ക് അറിഞ്ഞൂടെ? എന്തായാലും ഇത് പ്രേക്ഷകരിട്ട പേരാണ്. അത് അവിടെ ചെന്ന് പറഞ്ഞത് മസ്താനിയും നമ്മുടെ അപ്പാനി ശരത്തുമാണ്. അവർക്ക് ആർക്കും കുഴപ്പമില്ല. പക്ഷെ അത് കേട്ടിട്ട് വിളിച്ച അനിമോക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പിന്നിൽ കുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ചിന്തിക്കണം, ഞാൻ എന്തൊക്കെ ചെയ്തു. ഞാൻ കേട്ടുകൊണ്ടിരുന്ന കാര്യം ഞാൻ അത് അറിഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ലാലേട്ടൻ്റെ മുമ്പിൽ വരെ പറഞ്ഞു. ഒന്നൊരു തവണയല്ല പലതവണ അതേപോലെ ചെയ്തു. അങ്ങനെ വീണ പേരാണ് കട്ടപ്പ. പക്ഷേങ്കിൽ അതിനുശേഷം ബിൻസിയുമായിട്ടുള്ള പ്രശ്നം ആദ്യം ഷാനവാസിൻ്റെ അടുത്ത് പറയുന്നത് ആരാണ്? ശൈത്യയാണ് പറഞ്ഞത്. ഒപ്പം അനിമോളുണ്ടായിരുന്നു, പക്ഷേ ആദില ഉണ്ടായിരുന്നു, നൂറ ഉണ്ടായിരുന്നു. പക്ഷേ അനിമോൾ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിച്ചില്ല. ശൈത്യയാണ് ആദ്യം ഷാനവാസിൻ്റെ അടുത്ത് പറയുന്നത് ബിൻസി അപ്പാനി തമ്മിൽ ഇങ്ങനെ ഒരു ലവ് ട്രാക്ക് ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അതിലേയും നൂറേയും സംസാരിക്കുന്നുണ്ട്. ഇവരെന്താ ഈ വീഡിയോസ് ഒന്നും കണ്ടില്ല? ഇവർക്ക് ഇതൊക്കെ സെർച്ച് ചെയ്ത് നോക്കാൻ, തങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങളിൽ ഇതാരാണ് പറഞ്ഞത്, എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നെങ്കിലും പറയാമായിരുന്നല്ലോ. എൻ്റെ ആതിരയുടെയും നൂറയുടെയും കരണത്തടിക്കാനുള്ള ധൈര്യം നമ്മുടെ ബിൻസിക്കില്ലേ? അനുമോളോട് പറഞ്ഞില്ല ഇങ്ങനത്തെ ചെറ്റത്തരം പറഞ്ഞത്, ഞാനാണെങ്കിൽ മുഖത്തടിച്ചേനെന്ന്. അപ്പോൾ ആതിരയുടെയും നൂറയുടെയും മുഖത്തടിച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിക്കാരിളകും. അപ്പോൾ കമ്മ്യൂണിറ്റി ഇവർക്കെതിരെ തിരിയും. അതുകൊണ്ട് തന്നെ ഒരു ധൈര്യമില്ല. അത് തന്നെയാണ് അനിമോൾ. പിന്നെ ആരുടെയും ചെണ്ടയാണ് ആർക്ക് വേണ്ടി. ഈ അനിമോളുടെ ഭാഗത്തുനിന്നും തെറ്റുണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ അനിമോൾ അധികം മിണ്ടാതിരിക്കുന്നത് ഈ ഒരു സമയത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് എങ്ങനെ പോകുന്ന ആൾക്ക് തന്നിട്ട് ഇതിപ്പോൾ നന്നായിട്ട് ആ കൊച്ചു പീഡിപ്പിക്കും. ഒത്തിരി കമൻസ് വരെ പറയുന്നതാണ് ആ കൊച്ചിനെ ഇങ്ങനെ ഇട്ട് ഇത് ചെയ്യുന്നതിൻ്റെ പേരിൽ വോട്ട് അനിമോൾ കാണുന്നത്. അപ്പം അത് മനസ്സിലാക്കിയിട്ടായിരിക്കും അനിമോൾ അങ്ങനെ തന്നെ നിൽക്കുന്നത്. പക്ഷേ ഈ പുറത്ത് പോയിട്ടുന്ന ഒരെണ്ണത്തിനേലും ബുദ്ധി കാണുകയില്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. ഈ മൊത്തം പൊട്ടന്മാരാവോ ഇങ്ങനെ? എനിക്കറിയത്തില്ല. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഇങ്ങനെ ആയിപ്പോയത് തന്നെ. കുറേ എണ്ണം നെവിനെതിരെ തിരിഞ്ഞു, കുറേ പേര് കൂടുതൽ പേരും ടാർഗറ്റ് ചെയ്തേക്കുന്ന അനിമോളെയാണ്. അവിടെ വേറെ കണ്ടസ്റ്റൻസ് ഒന്നുമില്ല, അല്ലെ വേറെ കാര്യങ്ങളൊന്നുമില്ല. എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഇവർക്ക് എത്ര ഫണ്ണായിട്ട് വിടാം, ഇവർക്ക് തെറ്റിദ്ധരിപ്പിക്കുക, എന്തൊക്കെ ചെയ്യാം. പക്ഷെ അങ്ങനെയല്ല, ഇവർ മുൻവൈരാഗ്യം വെച്ച് ഈ സീസൺ എന്ന് പറഞ്ഞാൽ പരസ്പരം ടാർഗറ്റ് ചെയ്ത് കളിക്കുകയെന്ന് വെച്ചാൽ ഇതിനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ റോബിൻ്റെയൊക്കെ സീസൺ എന്തുവെന്നു ടാർഗറ്റിംഗ് ഉണ്ടായിരുന്നു, പ്രൊവോക്കിംഗ് ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കണ്ടിരിക്കാൻ ഒരു രസമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ചന്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ത സീസൺ പോലെ ആയിപ്പോയി. അങ്ങനെയാണ് അവർ പെരുമാറുന്നത്. ഒരു ക്വാളിറ്റി ഇല്ലാത്ത കുറേ കണ്ടസ്റ്റൻസ് അങ്ങനെ വേണം പറയാം. ഇനിയും മേക്കേഴ്സ് ശ്രദ്ധിക്കുക ആൾക്കാരെ എടുക്കുമ്പോൾ. അല്ലെങ്കിൽ കയറ്റി വിടുമ്പോഴേലും പറഞ്ഞൂടെ, ബിഗ് ബോസിന് ഒരു വാണിംഗ് കൊടുത്തൂടെ?